ഹിന്ദി പാട്ടുകളെ വളരെയധികം സ്നേഹിക്കുകയും ഉച്ചാരണശുദ്ധിയോടെ ഹിന്ദി ഗാനം പാടുകയും ചെയ്യുന്ന ഒരു ഗായകൻ കാസർഗോഡിന്റെ വടക്കേ അറ്റത്തു നിന്നും എന്നെ കാണാനെത്തി. ആ വരവ് പുതിയൊരു സൗഹൃദത്തിന്റെ തുടക്കമായി മാറി. അത് മറ്റാരുമല്ല, കാസർഗോഡ് ആൽബം വിശേഷങ്ങൾ എന്ന ഗ്രൂപ്പിലെ ഒരു പ്രധാന അംഗമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അനീസ് ഉപ്പള. എന്നിൽ പ്രണയാർദ്ദനായി കാണുന്നു നിന്നെ ആനന്ദമായി, മോന്നു എന്നിൽ പ്രണയാർദ്ദനായി കാണുന്നു നിന്നെ ആനന്ദമായി. തുടർന്ന് എന്റെ 4ാമത്തെ ഹോം സിനിമയായ മാണിക്യം തേടിയിൽ ഒരു ഡോക്ടറുടെ വേഷം ചെയ്തുകൊണ്ട് താൻ അഭിനയകലയിലും തിളങ്ങാൻ പറ്റുന്ന താരമെന്ന് തെളിയിച്ചു. എന്തായി കാര്യങ്ങൾ? ഷാൻ ഇതുവരെ പൈസ അടച്ചിട്ടില്ല. അവളുടെ സ്ഥിതി വളരെ ബാഡാണ്. ഇനിയെങ്കിലും ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോ. പ്ലീസ് ഡോക്ടർ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്. റൈഹാനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാറായോ? കണ്ടീഷൻ കുറച്ച് മോശമാണ്. കുറച്ച് കഴിയട്ടെ, ഞാൻ പറയാം. സിസ്റ്റർ പൊയ്ക്കോളൂ. ഓക്കെ ഡോക്ടർ. ഒരു നടന് വേണ്ട സൗന്ദര്യവും ആകാരഭംഗിയും ആവോളമുള്ള അനീസ് ഉപ്പള ഒരു നല്ല ഹൃദയത്തിനുടമയുമാണ്. കലാപ്രവർത്തനങ്ങൾക്കിടയിലും പ്രവാസ ജീവിതം നയിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് അനീസ് ഉപ്പളയ്ക്ക് 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അഷ്റഫ് ബംബ്രാൻ. കഥ പറയാം തൂ ഹേ ആജാ, കളി പറയാം ആജാ ആജാ. കഥ പറയാം തൂ